2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ CPM നേതാക്കളുടെ വ്യക്തിജീവിതം പാർട്ടിക്ക് വലിയ തലവേദനയാകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. നമുക്കറിയാം, വൈപ്പിൻ MLA ആയ ഉണ്ണികൃഷ്ണനെ പാർട്ടി തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റിയതിന് പിന്നിലും ഇത്തരം വ്യക്തിജീവിതത്തിലെ ചില താളപ്പിഴകൾ തന്നെയായിരുന്നു. ഇപ്പോഴിതാ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങളാണ് CPMന് പുതിയ തലവേദനയായിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇഷ്ടക്കാരിയായതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ജില്ലാ ഘടകത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നിട്ടും ആറന്മുള നിയോജക മണ്ഡലത്തിൽ 2 ടേം മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് വീണ ജോർജിനെ തുടർച്ചയായി 3ാം തവണയും മത്സരിപ്പിക്കുവാൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതിക്ക് ശുപാർശ നൽകിയത്. ഈ ഒരു തീരുമാനം അംഗീകരിക്കുവാൻ സംസ്ഥാന സമിതി കൂടിയ യോഗത്തിലാണ് വീണ ജോർജിന്റെ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിത്വം നൽകരുത് എന്ന ആവശ്യവുമായി ഔപചാരികമായി പാർട്ടിയിലെ ജില്ലാ സംസ്ഥാന നേതാക്കളെ സമീപിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ചില നേതാക്കളെയെല്ലാം നേരിട്ട് ബന്ധപ്പെടുകയും ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടാണ് തൻ്റെ ഭാര്യയ്ക്ക് 2026 സ്ഥാനാർത്ഥിത്വം നൽകരുത് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിന് ചില കൃത്യമായ കാരണങ്ങളും അദ്ദേഹം നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തൻ്റെ കുടുംബജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങളും വ്യക്തിജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങളും മുന്നിൽ നിർത്തിയാണ് ഭാര്യയ്ക്ക് ഇത്തവണ സ്ഥാനാർത്ഥിത്വം നൽകരുത് എന്ന ആവശ്യം CPM നേതൃത്വത്തിന് മുന്നിൽ ഭർത്താവ് ജോർജ് ജോസഫ് വെച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വ്യക്തിജീവിതത്തിൽ അവരുടെ പങ്കാളിക്കുള്ള അതൃപ്തിയൊന്നും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുവാനുള്ള ഒരു കാരണമായി അവർ കണക്കാക്കാറില്ല. എന്നാൽ വീണ ജോർജിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിലെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകയായിരുന്ന വീണ ജോർജ് ആദ്യമായി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നതും പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതും. ഭർത്താവായ ജോർജ് ജോസഫിന്റെ മേൽവിലാസം തന്നെയായിരുന്നു CPMനെ മാധ്യമപ്രവർത്തകയായ വീണ ജോർജിനെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുവാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. 2016 കാലഘട്ടത്തിൽ ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറിയായിരുന്നു ജോർജ് ജോസഫ്. ഓർത്തഡോക്സ് സഭയ്ക്ക് നിർണായകമായ സ്വാധീനമുള്ള ആറന്മുള നിയോജക മണ്ഡലത്തിൽ അതിനാൽ തന്നെ ജോർജ് ജോസഫിന്റെ ഭാര്യയായ വീണ ജോർജ് മത്സരത്തിനിറങ്ങിയാൽ ഓർത്തഡോക്സ് വോട്ടുകൾ പാർട്ടിക്ക് അനുകൂലമാകുമെന്നുള്ള CPMന്റെ കണക്കുകൂട്ടലുകളാണ് 2016 വീണ ജോർജിനെ വിജയത്തിലെത്തിച്ച പ്രധാനപ്പെട്ട ഘടകം. പിന്നീട് 2021 വീണ ജോർജ് ആറന്മുളയിൽ നിന്ന് വിജയം ആവർത്തിക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ പിണറായി വിജയന്റെ ഗുഡ് ബുക്സിൽ ഇടം നേടിയിരുന്നതിനാൽ പാർട്ടിയിലെ സീനിയർ നേതാവായിരുന്ന KK ശൈലജ 1ാം പിണറായി മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിരുന്ന ആരോഗ്യ വകുപ്പ് തന്നെയാണ് വീണ ജോർജിന് മുഖ്യമന്ത്രി കൈമാറിയത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് വീണ ജോർജിന്റെ ഭരണപരമായ കഴിവില്ലായ്മ മൂലം കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാകുന്ന കാഴ്ചയും നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഭർത്താവ് കൂടി വീണ ജോർജിന് സ്ഥാനാർത്ഥിത്വം നൽകരുത് എന്ന ആവശ്യവുമായി രംഗത്തെത്തുമ്പോൾ CPMലെ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി പ്രവർത്തകരാണ് ഏറെ ആഹ്ലാദിക്കുന്നത്. CPM പാർട്ടിയിലെ പത്തനംതിട്ട ജില്ലയിലെ അണിയറ രഹസ്യങ്ങളനുസരിച്ച് പാർട്ടിയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചാൽ പോലും വീണ ജോർജ് ഫോൺ എടുക്കുവാൻ കൂട്ടാക്കാറില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ പാർട്ടിക്ക് അനഭിമതയായ ഒരു മന്ത്രിക്കെതിരെ അവരുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കണമെന്ന ആവശ്യവുമായി ഭർത്താവ് തന്നെ രംഗത്ത് വരുമ്പോൾ പാർട്ടി പ്രവർത്തകർ ഏറെ ആഹ്ലാദത്തിലാണ്. ഈ വാർത്ത UDFനെയും ഒരുപോലെ ആഹ്ലാദിപ്പിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ UDF നേതാക്കൾ ഏറ്റവും അധികം വിജയപ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആറന്മുള. 2026 കോൺഗ്രസിന് വേണ്ടി ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിന്ന് യുവ നേതാക്കളായ അബിൻ വർക്കിയോ വിജയ് ഇന്ദുചൂടനോ മത്സരരംഗത്ത് ഇറങ്ങുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെ വീണ ജോർജിനെതിരെ ഈ 2 നേതാക്കൾക്കും ശക്തമായ വിജയസാധ്യതയുണ്ടെന്ന് AICCയുടെ അടക്കം സർവേകളിൽ വ്യക്തമാകുകയും ചെയ്തു. ഇപ്പോൾ ഭർത്താവ് തന്നെ വീണ ജോർജിനെതിരെ രംഗത്തെത്തിയതോടുകൂടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് മത്സരരംഗത്തുണ്ടായാൽ അത് കോൺഗ്രസ് പാർട്ടിക്കും UDFനും വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നും ഒരു പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ആറന്മുള നിയോജക മണ്ഡലം UDF പാളയത്തിലേക്ക് എത്തുമെന്നും ഏറെക്കുറെ ഉറപ്പിക്കുവാൻ തന്നെ കഴിയും. നമുക്കറിയാം, രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിജീവിതം അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതങ്ങളിലെ പാകപ്പിഴകൾ ഇവിടെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വലിച്ചിഴയ്ക്കുന്നത് ആശാസ്യകരമായ ഒരു കാര്യമല്ല. എന്നാൽ ഇത്തരത്തിൽ അവരുടെ വ്യക്തിജീവിതത്തിലെ പാകപ്പിഴകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഭർത്താവ് തന്നെ രംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ എതിരാളികളും ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളെയും വിവാദത്തെയും മറ്റൊരു രീതിയിലാണ് UDFന്റെ സൈബർ പോരാളികളും യൂത്ത് കോൺഗ്രസും KSUവും എല്ലാം നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങുവാനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അവരെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുവാൻ ശ്രമിച്ചിരുന്നു.
എന്നാൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തിന്റെ നടുവിൽ സംരക്ഷിക്കപ്പെട്ടു നിന്നിരുന്ന മന്ത്രി KSU പ്രവർത്തകർ പിൻവാങ്ങിയതിനു ശേഷം ഈ ആക്രമണത്തിൽ തനിക്ക് പരിക്കേറ്റുവെന്നും അതുപോലെ തന്നെ തന്നെ ഗുരുതരമായി ആക്രമിക്കുവാൻ KSU പ്രവർത്തകർ ശ്രമിച്ചു എന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം VD സതീശന്റെ അറിവോടുകൂടിയാണെന്ന ആരോപണം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ ശ്രമിക്കുന്നതും പരുക്കൊന്നുമില്ലാഞ്ഞിട്ടും മികച്ച ഒരു നടിയുടെ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് സർക്കാർ ആശുപത്രിയുടെ ICUവിൽ കഴിയുന്നതും നാം കണ്ടിട്ടുണ്ട്. പിന്നീട് തൊട്ടു പിറ്റേ ദിവസം തന്നെ ഇരുചെവി അറിയാതെ വെളുപ്പിനെ 4 മണിക്ക് ആശുപത്രി അധികൃതരെ പോലും ഞെട്ടിച്ചുകൊണ്ട് വീണ ജോർജ് ആശുപത്രിയിൽ നിന്നും മുങ്ങിയതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായ വിഷയമാണ്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ഇപ്പോൾ വീണ ജോർജിന് കിട്ടിയിരിക്കുന്ന കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള തിരിച്ചടി യഥാർത്ഥത്തിൽ കാലത്തിന്റെ കാവ്യനീതിയാണെന്നുള്ള അവകാശവാദം ഉയർത്തിക്കൊണ്ടാണ് UDF സൈബർ പോരാളികൾ സൈബർ ഇടങ്ങളിൽ സജീവമാകുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. വീണ ജോർജിന്റെ കുടുംബജീവിതത്തിൽ താളപ്പിഴകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താവായ ജോർജ് ജോസഫ് തൻ്റെ ഭാര്യ ഇനി ഒരു തവണ കൂടി MLA ആവണമെന്നോ മന്ത്രിയാവണമെന്നോ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അനുഗ്രഹമാകുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കനത്ത തിരിച്ചടി നൽകുന്ന വിഷയങ്ങളാണ്. കാരണം UDFിനെ സംബന്ധിച്ചിടത്തോളം വീണ ജോർജിന്റെ അസാന്നിധ്യം അവർക്ക് മണ്ഡലം ഉറപ്പിക്കുന്ന സാഹചര്യം ഒരുക്കുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം വീണ ജോർജിന്റെ അഭാവം ആ മണ്ഡലം അവർക്ക് കൈവിട്ടു പോകുന്ന കാര്യം ഏറെക്കുറെ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഉറപ്പാക്കിയിരിക്കുകയാണ്. നായർ സമുദായത്തിൽ നിന്നോ ഓർത്തഡോക്സ് സമുദായത്തിൽ നിന്നോ കരുത്തുറ്റ മറ്റൊരു നേതാവിനെ ഉയർത്തിക്കാട്ടുവാൻ ഇല്ല എന്നതാണ് CPMന് വീണ ജോർജിന്റെ അഭാവം ആറന്മുളയിൽ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഉപകഥയും സൈബർ വൃത്തങ്ങളിൽ വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട്. ശബരിമലയുടെ പ്രഭവഭൂമിയാണ് പത്തനംതിട്ട ജില്ലയും ആറന്മുള നിയോജക മണ്ഡലവും. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചവർക്ക് അയ്യപ്പസ്വാമി നൽകിയ ശിക്ഷയാണ് പത്മകുമാറിനും പിന്നാലെ വീണ ജോർജിനും ഉണ്ടായിരിക്കുന്ന വ്യക്തിപരമായ ഈ തിരിച്ചടികൾ എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ഏതൊക്കെയാണെങ്കിലും വീണ ജോർജിന്റെ കുടുംബജീവിതത്തിലെ താളപ്പിഴകളും അയ്യപ്പ കോപവും അതുപോലെ തന്നെ CPM ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയും എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ UDFിന്റെ ഒരു മിന്നും പ്രകടനമാണ് നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുന്നത്. കേവലം 5 സീറ്റുകൾ മാത്രമുള്ള പത്തനംതിട്ട ജില്ലയിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിയമസഭാ കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDFിന് ഒരു ജനപ്രതിനിധി പോലുമില്ല. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളും നേടിയെടുക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള UDFിന്റെ നേതൃനിര പല ഘട്ടത്തിലും പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അബിൻ വർക്കി മത്സരിച്ചാൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ പാർട്ടിക്ക് വിജയം ഉറപ്പാണ്. കോന്നിയിൽ അടൂർ പ്രകാശ് തിരികെ എത്തിയാൽ ആ സീറ്റും തിരികെ പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസവും പാർട്ടി വൃത്തങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ പ്രമോദ് നാരായണൻ പ്രതിനിധീകരിക്കുന്ന റാന്നി നിയോജക മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് കണ്ടുവച്ചിരിക്കുന്നത് KPCC ജനറൽ സെക്രട്ടറിയായ പഴകുളം മധുവിനെയാണ്. ഇവിടെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ റാന്നിയും കോൺഗ്രസ് പാളയത്തിലേക്ക് അടുക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഏറെക്കുറെ ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന ഏക സീറ്റ് തിരുവല്ലയാണ്. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും UDFിന്റെ ജില്ലാ ചെയർമാനുമായ വർഗീസ് മാമനും ഈ സീറ്റിൽ ഏറെക്കുറെ വിജയം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുവാൻ കഴിയുന്നത്. കോൺഗ്രസിനെയും UDFിനെയും സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയിലെ സംവരണ സീറ്റായ അടൂരിലേക്ക് MG കണ്ണന്റെ അഭാവത്തിൽ കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവതരിപ്പിക്കുവാൻ കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മിന്നുന്ന ഒരു പ്രകടനം തന്നെ നേതൃത്വം പ്രത്യാശിക്കുന്നത് പോലെ പത്തനംതിട്ടയിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.